നാദിക എന്തൊക്കെയാണ് ഗോപി സുന്ദർ എന്ന മ്യൂസിക് ഡയറക്ടറുമായിട്ട് ഉള്ള നാദികയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നാദികയ്ക്ക് പറയാനുള്ളത്? അത് ആദ്യം കേൾക്കട്ടെ. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ദിലീപിൻ്റെ സൗണ്ട് തോമ എന്ന് പറയുന്ന സിനിമയിൽ ആ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനാണ് മറ്റേ പാട്ട് എഴുതിയേക്കുന്നത്. കണ്ടാൽ ഞാനൊരു സുന്ദരനായി നാട്ടിൽ അത് ചെയ്ത് കമ്പോസ് ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഇത് കൊളുത്താൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. കാരണം പിന്നെ ദിലീപിന് പാടണം, അവന്റെ പാട്ടിന് പാടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പാട്ടിലേക്ക് ആ പാട്ടിനെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ച്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് ഇറങ്ങി ഈ തലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് അങ്ങനെ ഒരു തലമൊന്നുമില്ലെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ തറ ലെവലിലോട്ട് അല്ല, ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും ഇത് അപ്പോഴും ഒരാൾ കൈ കയറി പിടിക്കും, ഒന്നില്ലെങ്കിൽ വൈശാഖ് കയറി പിടിക്കും, അല്ലെങ്കിൽ ഞാൻ കയറി ദിലീപാണ് മറക്കരുത്. സോറി അങ്ങനെ സംഭവിച്ച പാട്ടാണ്. എനിക്ക് ദിലീപേട്ടനെ റെക്കോർഡ് ചെയ്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. നാദിക്കയാണ് ഒന്ന് ഉള്ളിൽ നിന്ന് പാടിപ്പിക്കുന്നത്. ദിലീപേട്ടൻ്റെ ഉള്ളിലൊരു സ്റ്റുഡിയോയുടെ അകത്തുനിന്ന് പാടുന്നു, നാദിക്ക അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ ഇറങ്ങി പുറത്തോട്ട്, ഞാൻ പുറത്തൂടെ കൺസോൾ റൂമിൽ നിന്ന് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഞാൻ കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ ഓടിക്കളിക്കണം അതിൻ്റെ അകത്ത്. അതിൽ സംഭവിച്ചത് ഗോപി അവിടുന്ന് ട്രാക്ക് പ്ലേ ചെയ്യും, അപ്പോഴേക്കും റിതും ഇത് കിടപ്പുണ്ടല്ലോ, അതിൻ്റെ ഓർക്കസ്ട്ര ഹെഡ്ഫോണിലുണ്ട്. അപ്പോഴേക്കും ഞാനോട് അപ്പോൾ ഇവൻ കൈ കൊണ്ട് അപ്പോൾ കണ്ടാൽ ഞാനൊരു സുന്ദരനാ, അപ്പോൾ കൗണ്ട് ചെയ്ത് തരുമ്പോൾ എന്ത് ചെയ്ത താളത്തിലും ഇതിലും വരില്ല. അവസാനം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞേ, എടാ ഈ ശ്രുതി താളം ഇത് രണ്ടും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അത് മാറ്റുക, അത് ഓഫ് ചെയ്യാൻ പറയാൻ പറഞ്ഞു. ഫസ്റ്റില് സത്യമില്ല, ഇത് രണ്ടും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, എനിക്ക് അങ്ങനെ പാടാൻ പറ്റണല്ലോ, ഞാൻ അത് ഓഫ് ചെയ്യിക്കാൻ പറഞ്ഞു. എന്തൊരു സംഭവം എന്താ പറയുക, നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞാലും പക്ഷെ ഭാവം എന്ന് പറഞ്ഞൊരു സാധനം അത് ദിലീപേട്ടൻ കൊണ്ടുവന്നു. അല്ല, ആ സൗണ്ടില് അത് പാടി വെച്ച് പാട്ടെല്ലാം ഇത് ഔട്ട് കറക്റ്റായി വന്നു കഴിഞ്ഞപ്പോഴേ നല്ല ഭയങ്കര മൂടല്ലേ. ദിലീപേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരും, വന്ന് എങ്ങനെയാ മോനെ രക്ഷപ്പെടും, ഇങ്ങനെ ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണ്. പക്ഷെ ദിലീപേട്ടൻ ആ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മുറിച്ചുണ്ടൻ ഉള്ളൊരു ഇതുണ്ടല്ലോ, ചില പ്രൊണൗൺസിയേഷനിൽ അത് മാറണം. അതൊരു സിംഗർ കൊണ്ട് ഒരിക്കലും പാടാൻ പറ്റില്ല. അതിന് ആ പാടിക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്തത് നാദിക തന്നെയാണ്. നാദിക ഇല്ലായിരുന്നെങ്കിൽ ആ പാട്ട് തന്നെ അങ്ങനെ ആവൂലായിരുന്നു. അത്ര ഗംഭീരമായിട്ടാണ് അത് കൊണ്ടുപോയത്. ആദ്യമേ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഈ ലെവലിലേക്ക് വന്നെന്ന്, അപ്പൊ അത് പാടിക്കാൻ പറ്റിയത് ഞാൻ തന്നെയാണ്. അതുകൊണ്ടല്ല, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ദിലീപേട്ടന് പിന്നെ ഭയങ്കര അഹങ്കാരമായിരുന്നു എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അടുത്ത് മാറ്റി നിർത്തിയിട്ട് അടുത്ത പടത്തിൽ നമ്മൾ ഹരിമുരളീരൻ പോലത്തെ ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ